വഖഫ് നിയമം ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിക്ക് കേരളത്തിലൊരു ആനുകൂല്യം നൽകുമോ? ഇപ്പോൾ നോക്കൂ, ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്ത് എത്തിയിരിക്കുകയാണ്. ഭൂമി പ്രശ്നം നേരിടുന്ന 50 പേർ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു. സ്വാഭാവികമാണ്. അദ്ദേഹം പുതിയ അധ്യക്ഷനായി ചുമതലയെടുത്തതിന് ശേഷം സാമുദായിക നേതാക്കളെയും മറ്റുമെല്ലാം കണ്ടിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ വഖഫ് ബില്ല് വന്നതിന് ശേഷം മുനമ്പം അതിനകത്തൊരു നിർണായക ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ എത്തി. അവിടെ ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്ന വലിയൊരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ആണ് ഇത്. പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക മേഖലയിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് വേരുറപ്പിക്കാനുള്ള സാധ്യതയാണ്. സിറോ മലബാർ സഭ, അതിന്റെ വിവിധ ഘടകങ്ങൾ, KCBC മുതൽ ദീപിക വരെ ഇതൊരു മതേതരത്വ പരീക്ഷയാണെന്ന് പാർലമെന്റ് വോട്ടിങ്ങിനെ വിശേഷിപ്പിച്ചിരുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ബി.ജെ.പിയിലേക്ക് അടുക്കാനുള്ള ഒരു ടേണിംഗ് പോയിന്റായി ഈ വഖഫ് നിയമ ഭേദഗതിയും അതുപോലെ തന്നെ മുനമ്പവും ഒക്കെ മാറുമോ? കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ഇന്നലത്തെ രാജ്യസഭയിലെ ജോസ് കെ മാണിയുടെ പ്രസംഗം ശ്രദ്ധിക്കണം. ഇന്നലെ ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം ശ്രദ്ധിക്കണം. അങ്ങനെ ക്രിസ്ത്യൻ വിഭാഗക്കാരെ ബി.ജെ.പി അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയുള്ള പ്രതിരോധം ഇവിടുത്തെ രണ്ട് മുന്നണികളുടെയും നേതാക്കൾ സ്വീകരിക്കുമ്പോഴും ബി.ജെ.പി ഇതൊരു സുവർണാവസരമായി കാണുകയാണ്. ഇതൊരു റിയൽ സുവർണാവസരമായി. പണ്ട് ശബരിമല സുവർണാവസരമാകുന്നവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇത് ശരിക്കും ഒരു സുവർണാവസരമായി ബി.ജെ.പിയെ സംബന്ധിച്ച് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തുണ്ട്.